ഗൈസ്, ഒരു പ്രത്യേക തരം ഇൻ്റർവ്യൂ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഷാജിദ ആ ഒരു പുതിയ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. കാര്യം, അപ്പം ഷാജിദയ്ക്ക് മറ്റുള്ളവരുടെ പച്ചയിറച്ചി തിന്നുന്നതിനോട് വിരോധമാണ്, പച്ചയിറച്ചി തിന്നുന്നത് വിരോധമാണ്, ഇഷ്ടമല്ല. അങ്ങനെ വളരെ ഡീസൻ്റായ ജെന്യുവിനായ ഒരു വ്യക്തിയുടെ ഇൻ്റർവ്യൂ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാവരും ഇത്തിരി നല്ലപോലെ പൗഡറൊക്കെ ഇട്ട് ആ ഉടുപ്പൊക്കെ നല്ല വൃത്തിയാക്കി വൃത്തിയോടെ വന്നിരിക്കും. നല്ല വൃത്തിയുള്ള ഒരു പ്രവൃത്തിയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. കാണാം, തുടങ്ങടി അപ്പം ഷാജിദ. എന്നെക്കൊണ്ട് ഞാൻ കെണിഞ്ഞ്. ഇപ്പോൾ പുതിയ വീട്ടിലേക്ക് മാറാനുള്ള റീസൺ അത് ഞാൻ എൻ്റെ ബിസിനസ് പരമായിട്ട് മാറിയതാണ്. ബിസിനസ് എന്താണ് ബിസിനസ്? ഞാൻ ക്രീം ഉണ്ട്, നൈറ്റ് ക്രീം ഉണ്ട്, പിന്നെ ഡ്രസ്സിങ്. ഈ പെണ്ണ് അവളെ ഒന്ന് ആക്കിയതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ല? എനിക്ക് ഫീൽ ചെയ്തു. ഒരാക്കലില്ലേ അതിനകത്ത്? എന്താണ് ബിസിനസ്സും? പിന്നെ ബിസിനസ്സും കാര്യങ്ങളൊന്നും അറിയാതെയാണോ ആങ്കർ ആ കൊച്ചിനെ വിളിച്ചു വരുത്തി അപമാനിക്കുക എന്ന് പറയുന്നതാണ്. കഷ്ടമാണ്. ഡ്രസ്സിന്റെ ഓൺലൈൻ ബിസിനസ് ഉണ്ട്. അപ്പൊ ഷോപ്പ് നോക്കിയിട്ടുണ്ട്, ഷോപ്പ് ഇടാൻ പോവാണ്. അപ്പൊ അതിന്റെയൊക്കെ ഒരായിട്ട് മാറിയതാണ്. പിന്നെ ഉമ്മയായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ്? ഉമ്മയായിട്ട് ഇഷ്യൂസ് പറഞ്ഞാൽ അതുണ്ട്, കുറെ വർഷമായിട്ടുള്ള ഇഷ്യൂസ് തന്നെയാണ്. പിന്നെ ഇപ്പൊ ഇക്ക മരിച്ചിട്ട് 2 കൊല്ലമായിട്ട് ഞാൻ എന്റെ വീട്ടിലായിരുന്നു. 1.5 വർഷമായിട്ട് ഞാൻ എന്റെ വീട്ടിലുണ്ട്. അപ്പൊ ഉമ്മാക്ക് ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. ഓക്കെ, ഞാൻ മൂത്ത ആള്, താഴെ 2 അനിയത്തിമാര്. ഉപ്പ ഉണ്ട്, ഉപ്പ വീട്ടിലില്ല. ഉമ്മാനായിട്ട് സെപ്പറേറ്റഡ് ആണ്, ഉപ്പയും സെപ്പറേറ്റഡ് ആണ്. അപ്പൊ ഞാനിപ്പോ ഇക്ക മരിച്ച അതിന് മുന്നൊക്കെ ഞാൻ കോയമ്പത്തൂര് ഇവിടെ ഉമ്മയുമായിട്ട് പ്രശ്നമുണ്ട്, കാലങ്ങളായിട്ടുള്ള പ്രശ്നമാണ്. എപ്പോഴും ഒന്നുമില്ല. 1.5 വർഷമായിട്ട് ഇക്ക മരിച്ച ശേഷം ഞാൻ ഉമ്മയുടെ കൂടെയായിരുന്നു. പ്രശ്നമുണ്ടാ ആള് നിങ്ങളെങ്ങനെയാണ് വീട്ടിൽ ഉമ്മാരോടൊപ്പം നിൽക്കുക? മൊത്തം കൺഫ്യൂഷനായി. അല്ല ചാനലുകാരെ, നിങ്ങൾക്ക് ഇത്രയും ഗതികേടാണ്? ആളെ കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഈ അപ്പം ഷാജിദയെ വിളിച്ചിരുത്തി നിങ്ങൾ ഈ ഒരു സാഹചര്യം അല്ലേ വേണ്ട. എന്തിനാ അവരെ വരക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. സംഭവം യുഗെ അല്ലടി. അപ്പോൾ 1.25 വർഷം നീ നിൻ്റെ വീട്ടിലായിരുന്നു, ഉമ്മച്ചിയുമായിട്ട് പ്രശ്നമായിരുന്നു. ഉപ്പച്ചി ഇല്ല, ഉപ്പച്ചി കളഞ്ഞിട്ട് പോയ ഉപ്പച്ചി ഇല്ലാതെ തന്നെ ഉമ്മച്ചി നിന്നെ കല്യാണം കഴിച്ചു കൊടുത്തു. അപ്പൊ ഞാനിപ്പോ ഇക്ക മരിച്ച അതിന് മുന്നേ ഞാൻ കോയമ്പത്തൂര് ഇവിടെ കഴിക്കാനോടെ മണ്ണാർക്കാട് 3 വർഷം ഉണ്ടായിരുന്നു. ഇക്കാൻ ഷോപ്പ് ലാസ്റ്റ് മരിക്കുന്ന ടൈമിൽ മണ്ണാർക്കാടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇക്ക മരിച്ചിട്ട് 1.5 വർഷമായിട്ട് ഉമ്മാന്റെ കൂടെ താമസിക്കുന്നത്. പിന്നെ ഉമ്മാക്കും എനിക്കും അനിയത്തിമാരും അവരുടെ ഭർത്താക്കന്മാരും ഞങ്ങൾ തമ്മിലൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ആദ്യം ഫസ്റ്റ് മുതലേ. ഉമ്മായിയായിട്ടും പ്രശ്നം, അനിയത്തിമാരുമായിട്ടും പ്രശ്നം, വീട്ടിലെ മൂത്ത കുട്ടി, 2 അനിയത്തിമാർ, അവരുമായിട്ടും പ്രശ്നം. ബാക്കി നമ്മൾ കല്യാണം കഴിഞ്ഞാൽ ഇക്കുള്ള മുതലേ ഉണ്ട്. ഇക്കാന്റെ വീട്ടുകാരനായിട്ടുണ്ട്, നമ്മുടെ വീട്ടുകാരനായിട്ടുണ്ട്. അത് ബിസിനസ് പരമായിട്ട് ഇക്കാടെ വീട്ടുകാരുമായിട്ടും പ്രശ്നം, നമ്മുടെ വീട്ടുകാരുമായിട്ടും പ്രശ്നം, എല്ലാവരുമായിട്ട് ഷാജിക്ക് പ്രശ്നം. കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇക്ക മരിക്കുന്നതിന് മുന്നേ യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ അത് 300 സബ്ബായിട്ട് അങ്ങനെ ഇരിക്കുന്നു. ഇക്ക മരിക്കുന്നതിന് മുമ്പേ നമുക്ക് ചാനലുണ്ട്. പക്ഷേ വെറും 300 സബ് മാത്രം ഉണ്ടായിരുന്ന ചാനൽ ഇപ്പോൾ 200K എബോവ് ആയിരിക്കുന്നു. എങ്ങനെ ആയി? കെബീറിക്ക മരണപ്പെട്ട ആ ഒരു മരണം വിറ്റാണ് ഇപ്പോൾ ഉള്ള സബ് ഉണ്ടാക്കിയതെന്ന് ചുരുക്കം. എനിക്ക് ഈ ഒരു ഇൻ്റർവ്യൂ കൊണ്ട് പ്രയോജനം ഉണ്ടായതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ സർവ്വ കള്ളത്തരത്തിൻ്റെയും മൂലാധാര അടിയാധാരം ഇതിനകത്തുണ്ട്. ഗതികെട്ടവന്മാരാണ് ആ ഇൻ്റർവ്യൂ എടുത്തതെന്നുള്ള വസ്തുത. പക്ഷെ നമുക്ക് പ്രയോജനപ്പെട്ടു, അത്രയും. പറ. അതിൽ 6 മാസം പോയി. കടകളുണ്ടായിരുന്നു. ഒക്കെ മരിക്കുന്നതിന് മുന്നേ 4 ലക്ഷം രൂപ കടണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വീട്ടിയത്. അതുപോലെ വണ്ടിന്റെ കട, അങ്ങനെ ഫോൺ, അങ്ങനെയുള്ള കടകളൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ ഞാൻ ഈ യൂട്യൂബ് കൊണ്ട് തന്നെ വീട്ടിയത്. പിന്നെ നമ്മളെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. എന്റെ സർജറി കഴിഞ്ഞതൊക്കെ അവർ സഹായിച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉമ്മാക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. 1.5 വർഷമായിട്ട് ഞാൻ ഉമ്മാക്ക് വേണ്ടത്, ഉമ്മാനെ നോക്കുന്നത്, പണിക്ക് പറഞ്ഞയക്കാൻ. ഉമ്മ പണിക്ക് പോയിരുന്നു, വീടുകളിൽ പണിക്ക് പോകും, പിന്നെ തൊഴിലുറപ്പുണ്ട്, അതിനൊക്കെ പോകും. ഞാൻ അതിനൊന്നും പറഞ്ഞയക്കാണ്ട് ഒരു 1.5 വർഷം വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ എവിടെയും പോകണേനും മക്കളുടെ കൂടെ ഉമ്മ ഉണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ പോകുന്നത്. ഉമ്മ തൊഴിലുറപ്പിന് പോകും, വീടുകളിൽ പണിക്ക് പോകും. അങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന ഉമ്മായ അവൾ തൊഴിലിനൊന്നും വിടുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് അവൾ പൊന്നുപോലെ നോക്കിയെന്നാണ് പറയുന്നത്. എന്തിനിപ്പം നോക്കണത്? അങ്ങനെ അവരവരെ പണിക്ക് വിട്ടാൽ അവരതുമായിട്ട് ജീവിക്കത്തില്ലേ? നിന്റെ വീട്ടിൽ നിന്റെ മക്കളുടെ കുണ്ടാൻ, അതായത് ആ കുട്ടികളുടെ കുണ്ടി കഴുകി കൊടുക്കുക, അതുങ്ങളെ കുളിപ്പിക്കുക, അതുങ്ങളെ സ്കൂളിൽ പറഞ്ഞു വിടുക, വീട്ടു ജോലി എടുപ്പിക്കുക എന്ന തൊഴിലിന് നിന്റെ ഉമ്മായ അവിടെ ഏർപ്പാട് ചെയ്തു. അവരുടെ ജോലിക്ക് കൂലി എന്ന നേരം നീ കുറച്ച് വേതനം കൊടുത്തു. ആ വേതനമല്ലേ അവർ വാങ്ങിയുള്ളൂ. മോളെ ചിന്തിച്ച ദൃഷ്ടാന്തമുണ്ട്, ഇല്ലെങ്കിൽ ഒരു വാഴത്തൊഴിഞ്ഞുമില്ല. പക്ഷെ എന്റെ അനിയത്തിമാര് ഭയങ്കര പ്രശ്നമായി. അനിയത്തിമാർക്ക് അവരുടെ ഭർത്താക്കന്മാരുടെ വീട്ടിൽ പ്രശ്നമായതുകൊണ്ട് ഉമ്മാനെ വിളിക്കണം, ക്യാഷ് അങ്ങോട്ടും കൈമാറാനോ കൊടുക്കണം. അതൊന്നും ഞാൻ ഒന്നും പറയില്ല, ഞാൻ മേടിക്കലില്ല. ഒരു ഉറുപ്പ ഞാൻ എന്റെ ഉമ്മാനെ മേടിക്കലില്ല. ഞാൻ അങ്ങോട്ടേ ചെയ്തിട്ടുള്ളൂ എല്ലാ കാര്യങ്ങളും. പക്ഷെ എന്താണെന്നറിയില്ല, ഉമ്മാക്ക് എന്നോട് മാത്രം വലിയൊരു ശത്രുതയുണ്ട്. അത് എന്താണ് എനിക്കിപ്പോഴും എനിക്ക് തന്നെ അറിയില്ല എന്താ സംഭവം. പക്ഷെ എന്റെ പൈസ വേണം. എന്റെ പൈസ ഞാൻ ഓസിനല്ലല്ലോ, നിന്റെ മക്കളെ നോക്കിയിട്ടല്ലേ, നിനക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്തിട്ടല്ലേ. ആ പൈസ കൊടുക്കുന്നതിൽ ഇപ്പം എന്താ ബുദ്ധിമുട്ടിരിക്കണേ? നിന്റെ ഉമ്മ നിനക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ട് ആണെങ്കിൽ പോലും നീ ആ പൈസ കൊടുക്കുന്നത് അവരുടെ ഹക്കാണ്. ഉമ്മയെ നോക്കിയ കണക്ക് പറയുന്ന മൊഞ്ചത്തി.
ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും കാലിൻ്റെ ഇടയിലല്ലേ? എല്ലാവരും ഞാനും കാലിൻ്റെ ഇടയിലാണ്. കാര്യങ്ങളെല്ലാം എനിക്കുമാര് വിരുന്ന് വരുമ്പോൾ എല്ലാ കാര്യം ഞാൻ ചെയ്യും. അതുപോലെ അവരുടെ മക്കൾക്ക് എല്ലാ കാര്യം ചെയ്ത് കൊടുക്കലുണ്ട്. വർഷം സ്കൂൾ പറഞ്ഞാൽ രണ്ടാമത്തെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരുടെ കുട്ടികൾക്ക് സ്കൂൾ ഡ്രസ്സ് ബാക്കിയുള്ളത് എല്ലാം ഞാൻ ചെയ്ത് കൊടുക്കലുണ്ട്. പൈസ കൊടുക്കലുണ്ട്, ഗ്യാസ് കഴിഞ്ഞാൽ നിറച്ചു കൊടുക്കലുണ്ട്. എല്ലാം എനിക്ക് വിളിക്കും, ഞാൻ ചെയ്ത് കൊടുക്കും. അതും ഉമ്മ ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നു. ഉമ്മയാണ് അത് ചെയ്ത് കൊടുക്കണെന്നുള്ളത്, പക്ഷെ പൈസ ഫുള്ള് തന്നെയാണ്. പക്ഷെ ഉമ്മാക്കാണ് അവിടെ ക്രെഡിറ്റ് വരുന്നത്. അവിടെയാണ് കുശുമ്പ്. ഉമ്മക്ക് ക്രെഡിറ്റ് പോകുന്നു. ഉമ്മ ചെയ്യുന്നത് പോലെയാണ് ഉമ്മ ചെയ്തു കൊടുക്കുന്നത്. ഇവിടെയാണ് ഈ പ്രശ്നം. ഈ പെണ്ണിന് കുടുംബവുമായിട്ടുള്ള പ്രോബ്ലം വന്നതിൻ്റെ കാരണം ഇതാണ്. അനിയത്തി പിള്ളേർ 2 പെൺമക്കളാണ്. അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും, ഇപ്പോൾ നമ്മൾ ചെറുപിള്ളേരെയൊക്കെ കാണുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്നൊക്കെ വിചാരിച്ചാൽ കയ്യിൽ തല്ലി തുട്ട് വേണ്ടേ? ഇവരെ പണിക്ക് വിടത്തില്ല. ഇവർ പണിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ കൊച്ചുങ്ങളെ നോക്കാൻ ആരുമില്ല. ഈ കൊച്ചുങ്ങളെ നോക്കാൻ വേണ്ടി ആ ഉമ്മായെ അവിടെ പണിക്കാരിയാക്കി നിർത്തിയിരുന്നു. അതിനെയാണ് മറ്റവരെ എതിർത്തത്, അനിയത്തി കുട്ടികളെ എതിർത്തത്. കാരണം അവരെ കാണാനോ അവരുടെ അടുത്ത് വന്ന് നിൽക്കാനോ ഉമ്മാക്ക് പറ്റത്തില്ല. ഈ അനിയത്തി ഇവളുടെ മക്കളെ നോക്കിക്കൊണ്ട് ഉമ്മ ഒരുമാതിരി വേലക്കാരിയെ പോലെ അവിടെ നിൽക്കണം. ഉമ്മാക്ക് പണിയെടുക്കാൻ പോകാൻ പറ്റത്തില്ല. 5 or 10 നക്കാപ്പിച്ച കൊടുത്തിട്ട് അതിൻ്റെ കണക്കും ഇവൾ പറയും. ഈ പൈസ കൊണ്ടാണ് അവർ അനിയത്തി കുട്ടിയൊക്കെ എന്തെങ്കിലും മുട്ടായിയോ അവരുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനായിട്ട് നിൽക്കുന്നത്. അത് ഇവളുടെ പൈസയാണെന്ന് ഇവർ പറഞ്ഞുകൊണ്ട് കൊടുക്കണം. അതായത് കുടുംബത്തിൻ്റെ നാഥയായിട്ട് അങ്ങോട്ട് ഡെവലപ്പ് ആവുകയാണ് ഭരണം. ആ ഭരണം ആ ഉമ്മയെ വല്ലാണ്ട് നോച്ചു. കാരണം അയാൾ ഇട്ടിട്ട് പോകുമ്പോൾ പോലും ഈ 3 കുട്ടികളെ വളർത്തി പഠിപ്പിച്ച് കല്യാണം കഴിച്ചു കൊടുക്കാൻ ആ സ്ത്രീ എത്ര കഷ്ടപ്പെട്ടു. അന്യൻ്റെ വീട്ടിൽ പോയി ഒറ്റുപാത്രം കഴുകി ഈ വൃത്തികെട്ട ജന്തുക്കളെ വളർത്തി ഇവിടം വരെ കൊണ്ടെത്തിച്ചതിൽ ആ ഉമ്മാക്ക് സല്യൂട്ട് കൊടുക്കുന്നതിന് പകരം ആ ഉമ്മയെ അവഹേളിക്കുകയാണ് ഇവൾ ചെയ്തത്. അനിയത്തി കുട്ടികൾക്ക് കാര്യം മനസ്സിലായി. ഇവളുടെ അടുത്ത് നിന്ന് ആ ഉമ്മയെ കൊണ്ടുപോകാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അവളുടെ ഹസ്ബൻഡിനായിട്ട് ഞങ്ങൾ അവരുടെ വീട്ടുകാരായിട്ടും വലിയ കോണക്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഇക്കുള്ള ടൈമിൽ കോണക്ട് ഇല്ലായിരുന്നല്ലോ. അവർക്ക് ഇഷ്ടമല്ലോ. നമുക്ക് ചെറിയ അനിയത്തിന്റെ ഭർത്താവൊക്കെ ഭയങ്കര സംശയമാണ്. പിന്നെ അങ്ങനത്തെ ഒക്കെ ഉള്ള ആൾക്കാരെ കൊണ്ടുകൊണ്ടും അമ്മായിയും അമ്മൂസിനൊക്കെ ഭയങ്കര നാക്കും പോലും അങ്ങനെയൊക്കെയാണ്. ഞങ്ങൾ കോണക്ട് ചെയ്യലില്ല, പോകൽ വരില്ല. എൻ്റെ ഉമ്മയെ പോകലില്ല, എൻ്റെ ഉമ്മയെ അവിടെ പോകലില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിലുള്ള സഹോദര ബന്ധം പണ്ട് ഉണ്ടായിരുന്ന പോലെ ഇപ്പൊ നിലനിൽപ്പില്ല, എല്ലാവരെ പോലെ ഇല്ല. കാരണം അവരുടെ ജീവിതമാണ്, അവരുടെ ഹസ്ബൻഡ്, അവരുടെ വീട്ടുകാർ, അവരുടെ കുടുംബ തറവാട്ടിലാണ് ഇരിക്കുന്നത്. അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ അതിൽ ഇടപെടുന്നത് ശരിയല്ല. അവിടെ ഞാൻ മാറി നിന്ന ഒരിക്കലും ഇല്ല. ഫോണിലൂടെയുള്ള കോൺടാക്ട് പോലും ഞാനില്ല. അപ്പൊ അവർ വരുന്ന ടൈമില് വീട്ടിൽ വരും 15 ദിവസം 20 ദിവസം ഒക്കെ ചിലവൊക്കെ ഞാൻ തന്നെ നടത്തി. 1.5 വർഷം ഞാൻ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് സൗജന്യം ചെയ്ത കണക്കാണ് പെണ്ണ് പറയുന്നത്. സത്യത്തിൽ കഷ്ടം തന്നെ. അത് റൈറ്റ്സ് ആണ്. അവരുടെ വീട്, അവരുടെയും കൂടെ അവകാശമുള്ള വീട്ടിലാണ് നീ നിൽക്കുന്നത്. വാടക കുറി, ആ വാടക ഇനത്തിൽ ഒരു എമൗണ്ട് കൊടുക്ക്. നിന്റെ മക്കളെ നോക്കുന്നതിൻ്റെ ഇനത്തിൽ ഒരു എമൗണ്ട് ആ ഉമ്മാക്ക് കൊടുക്ക്. അപ്പം കണക്കായില്ലേ? എന്ത് കണക്കൊക്കെയാണ് പറയണത്? ഉമ്മാക്ക് എനിക്ക് കൊണ്ടെടുത്ത് ഞാൻ എൻ്റെ ഉമ്മാക്ക് കൊണ്ടെടുക്കും. അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ചെയ്ത് ഞാൻ അനിയന്മാരുടെ മക്കളും ചെയ്യും. അങ്ങനെ പോയിക്കൊണ്ടിരുന്നുണ്ടായിരുന്ന കുടുംബത്തിൽ എൻ്റെ ഒരു ഉമ്മാന്റെ അവളുടെ ഭാര്യയാണ് പ്രശ്നം ഉണ്ടാക്കിയത്. പ്രശ്നം ഉണ്ടാക്കാതെ കുത്തിത്തിരിപ്പ് അവള് പണ്ടേ ഉള്ളതാണ്. ഈ അമ്മായി പറയുന്നവള് പണ്ടേ കുത്തിത്തിരിപ്പിന്റെ ആളാണ്. ഈ അമ്മയുടെ കേസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ അയൽപക്കത്തുള്ള ഇവള് ഇടയ്ക്ക് വീഡിയോ ഇട്ടിട്ട് അവരുമായിട്ട് ഉടക്കുന്ന ഒരു വീഡിയോ കാണിച്ചില്ല. ആ സഹോദരിയാണ് പറയുന്നത്. അതായത് ഇവളുടെ ഉമ്മായുടെ സഹോദരൻ്റെ ഭാര്യ. അവരാണ് വീട് വെച്ച് കൊടുത്തത്, ഈ മക്കളെ കെട്ടിക്കാൻ സഹായിച്ചത്. ആ സഹോദരിയുടെ സഹോദരൻ്റെ ഭാര്യ അത് പെർമിഷൻ ഇല്ലെങ്കിൽ സഹോദരനെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഇപ്പോൾ എനിക്കുണ്ട് ബ്രദേഴ്സ്. എൻ്റെ ബ്രദേഴ്സ് എനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഭാര്യയുടെ പെർമിഷൻ എടുക്കും. ഭാര്യയുടെ പെർമിഷൻ ഇല്ലെങ്കിൽ അവനത് ചെയ്തു കഴിഞ്ഞാൽ അവർ തമ്മിൽ അലച്ചണ്ട ഉണ്ടാവും, കുത്തിത്തിരിപ്പ് എന്തായാലും ഉണ്ടാവും. അങ്ങനെയൊന്നുമില്ലാതെ ഈ പെമ്മക്കളെ കെട്ടിക്കാനൊക്കെ സഹായിച്ചു കൊടുത്ത ആ സ്ത്രീയെയാണ് ഇവള് പറയണത് പ്രശ്നമൊന്നും. കാര്യം മറ്റൊന്നുമല്ല, അവിടെ ആണുങ്ങൾ വരത്തുകൂക്കായി. ഉമ്മ ഇല്ലാത്ത സമയത്തും അവിടെ ആളുകൾ വന്നു പോകുന്നു. അത് കണ്ട അയൽവക്കത്തുള്ള അമ്മായിയമ്മ അവളെ വിലക്കുന്നതിന് പകരം ആ വിവരം ഉമ്മായോട് പറഞ്ഞു. ഇവൾക്ക് അവരോടുള്ള ദേഷ്യം എന്താണെന്നറിയാമോ? കെബീറിക്കാരടുത്തും ഇവിടെ അവളെ കൊണ്ട് വിടുമ്പോൾ ആളുകൾ കാണാൻ വരുന്നുണ്ടെന്നുള്ള വിവരം ആ അമ്മായി പറഞ്ഞു. പാടില്ലായിരുന്നു, അവർ പറയരുതായിരുന്നു. പക്ഷേ ആ വിവരം അറിഞ്ഞു തന്നെയാണ് ആ ചെറുക്കൻ സൂയിസൈഡ് ചെയ്തതെന്നുള്ളത് വസ്തുത. ഇപ്പം മനസ്സിലായി മുഴുക്ക ആരാണ് കെബീറിനെ കൊന്നത് എന്നുള്ളത്. ഇനി ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്, തള്ള കേൾക്കാം. എന്നെ കുറെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് എന്റെ ഉമ്മാനെ പിരിച്ചിട്ട് ഒരു ഇക്കള്ള ടൈമിൽ എന്റെ ഉമ്മാനെ പിരിച്ചിട്ട് അവളുടെ കൂടെ നിർത്തിയിട്ടുണ്ടായിരുന്നു അവളുടെ ആവശ്യങ്ങൾക്ക്. ഞാൻ കുറച്ച് ഉയരത്തിലെത്തിയപ്പോൾ യൂട്യൂബായി വീഡിയോ എടുക്കുമ്പോൾ അവർ പറയും 4 വാരം വീഡിയോ എടുക്കണ്ട, ഞങ്ങളെ വിടും, നിങ്ങൾ കാണിക്കണ്ട, അങ്ങനെ. പക്ഷെ ഞാൻ അവരുടെ ഇതുവരെ പെടുത്തിട്ടില്ല. 1.5-2 കൊല്ലായി ഞാൻ വീഡിയോ എടുക്കണം, ഇതുവരെ ഞാൻ അവരെ ഇപ്പൊ ഈ ഒരു 4 മാസമായിട്ട് അവരെ പെടുത്തിയിട്ടുണ്ടെങ്കിൽ കാരണം അവരുണ്ട് ചോറ് കറി അത് ഞാനും എന്റെ ഉമ്മയും അനിയത്തിമാരും കുറച്ച് പ്രശ്നമായിരുന്നു. അത് ഞങ്ങൾ സഹോദരങ്ങളാണ്, ഞങ്ങൾ ഉമ്മയും മകളാക്കും. അത് ഞങ്ങളുടെ വീട്ടിൽ അടി കൂടുമ്പോഴത്തേക്ക് അവൾക്ക് പ്രശ്നമില്ല. പക്ഷെ മറ്റൊരാൾ അതിനകത്ത് ഇടപെട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങൾ ഞങ്ങളുമാണ്, നിങ്ങളാരാ? നല്ല ചോദ്യം അല്ലേ? ഇത് തന്നെയാണ് ആ ഉമ്മയുടെ കാര്യത്തിൽ ആരെങ്കിലും ഇടപെടാൻ പോയാലും അവൾ ചോദിക്കുന്ന എൻ്റെ ഉമ്മാണ്. അങ്ങനെയല്ല, നിനക്ക് എന്ത് തോന്നിയാസം കളിക്കാൻ പറ്റത്തില്ല. ആ ഉമ്മയുടെ അവകാശം നിങ്ങൾ 3 മക്കൾ മാത്രമല്ല,
നാട്ടിലുള്ള ഓരോരുത്തർക്കും അവർക്ക് അവകാശം പറയാം. അവർക്ക് നേരെ അനീതി നടന്നാൽ അത് ചോദ്യം ചെയ്യാൻ നാട്ടിലുള്ള ഓരോ മനുഷ്യർക്കും അധികാരമുണ്ട്. എന്ത് ബോധം. അത് ഇവിടെ ഇടപെടേണ്ട ആവശ്യമില്ല. ഇവിടെ വീട്ടിൽ എന്തൊക്കെ പ്രശ്നം നടക്കുന്നത്, ഇവിടെ മകനേക്ക് തല്ലുണ്ട്, മകളിലേക്ക് തല്ലുണ്ട്, ഞങ്ങൾ ചോദിക്കാൻ പോകും നിന്റെ വീട്ടിൽ എന്താ പ്രശ്നം. അവരുടെയുള്ള കത്തിക്കൽ കഴിഞ്ഞാൽ അത് മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നിർത്തി. പക്ഷെ ഉമ്മ എപ്പോഴും പോകും ഇവിടുത്തെ കാര്യങ്ങൾ പറയും. ഞാൻ എന്റെ ഉമ്മാനോട് പറയില്ല, എന്റെ കാര്യം എന്റെ മക്കളുടെ കാര്യം ഒരിക്കലും അവരോട് പറയില്ല. അതെനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ പറയണ്ട. നിങ്ങളോട് ഞാൻ പറയുന്ന കാര്യം അവിടെ ഒരിക്കലും പോയി കൊണ്ടു കൊടുക്കണ്ട. അവർ ചിരിക്കുള്ളൂ. എന്തൊരു കാര്യം ഉണ്ടെങ്കിലും ഇപ്പൊ എനിക്ക് വയ്യ അല്ലെങ്കിൽ വേറെ ഉള്ള കാര്യം പറഞ്ഞാൽ അവർ ചിരിക്കും. അവർക്ക് അങ്ങനെ തന്നെ വേണമെന്നേ പറയുള്ളൂ. അതൊന്നും എനിക്ക് ഇഷ്ടമല്ല അമ്മ എന്ന് പറയും. ഉമ്മാനെ ഞാൻ നല്ലോണല്ലേ ഇമ്മ എന്തുണ്ടെങ്കിലും അവരുടെ കൂടെ പോയി അങ്ങനെയാണ്. എന്നിട്ട് ഇവർ തമ്മിൽ ചർച്ച ചെയ്ത് എനിക്ക് ഇങ്ങനെ പരദോഷങ്ങൾ തന്നെ ഈ പെണ്ണുങ്ങൾ തമ്മിലുള്ള കൂട്ടം കൂടി എനിക്ക് ഇഷ്ടമല്ല. ഞാൻ എന്റെ ഫോണുണ്ട്, എന്റെ മക്കളുണ്ട്, TV ഉണ്ടെങ്കിൽ TV, വീടിന്റെ ഉള്ളിലേ ഇരിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരിക്കലും അപ്പുറത്ത് ഇരിക്കുന്നത് ആളെ. എനിക്കത് ഇഷ്ടമല്ല. മറ്റുള്ളവരെ കുറ്റമറിയാൻ എനിക്ക് മറ്റുള്ളവരെ പച്ചരിച്ച് തിങ്ങനെ എനിക്ക് ഇഷ്ടമല്ല. എനിക്കത് ഇഷ്ടമല്ല. മറ്റുള്ളവരെ കുറ്റമറിയാൻ എനിക്ക് മറ്റുള്ളവരെ പച്ചരിച്ച് തിങ്ങനെ എനിക്ക് ഇഷ്ടമല്ല. എനിക്കത് ഇഷ്ടമല്ല. മറ്റുള്ളവരെ കുറ്റമറിയാൻ എനിക്ക് മറ്റുള്ളവരെ പച്ചരിച്ച് തിങ്ങനെ എനിക്ക് ഇഷ്ടമല്ല. ഇത്രയും നേരം കുറ്റമല്ല പറഞ്ഞത് കേട്ടാ. ഉമ്മ കൊള്ളൂല, സഹോദരിമാര് കൊള്ളത്തില്ല, അയലത്തുകാർ കൊള്ളത്തില്ല, മാമാടെ ഭാര്യ കൊള്ളത്തില്ല, മാമ കൊള്ളത്തില്ല, ഭർത്താവിൻ്റെ വീട്ടുകാർ കൊള്ളത്തില്ല, ഭർത്താവിൻ്റെ അനിയത്തി കൊള്ളത്തില്ല, ചേട്ടത്തി കൊള്ളത്തില്ല, ഭർത്താവിൻ്റെ അച്ഛൻ കൊള്ളത്തില്ല, അമ്മ കൊള്ളത്തില്ല, നാട്ടിലുള്ള ആളുകൾ കൊള്ളത്തില്ല, ആരും കൊള്ളത്തില്ല. എല്ലാം പിഴകളാണ്, എല്ലാം പിഴച്ചതാണ്. അമ്മായിയമ്മയ്ക്ക് ആരെ സെറ്റപ്പ് ഉണ്ടായിരുന്നു, മരുമോക്ക് ആരെ സെറ്റപ്പ് ഉണ്ടായിരുന്നു, അപ്പുറത്തുള്ളവരുടെ സെറ്റപ്പ് ഉണ്ടായിരുന്നു. വാപ്പ ഭ്രാന്തനാണ്, വാപ്പ ഇറങ്ങിപ്പോയി, വാപ്പ ശരിയല്ല. ശ്വാസം പോലും വിടാതിരുന്ന് നാട്ടുകാരെ പച്ച ഇറച്ചി തിന്നിട്ട് പറയുകയാണ് അവക്കത് ഇഷ്ടമില്ല. ആ വിശ്വസിച്ചോളി. പക്ഷെ എന്റെ ഉമ്മ പറഞ്ഞു, എന്റെ ഉമ്മ പഠിച്ചിട്ടില്ല, മദ്രസ പോയിട്ടില്ല, സ്കൂൾ പോയിട്ടില്ല, വേറെയുള്ള കാര്യങ്ങൾ അറിയില്ല, ലോകവിവരമില്ല. ഒരു പത്രിപ്പാലയും നമ്മുടെ ഇത് മാത്രം കണ്ടിട്ടുള്ളൂ. ഉമ്മാക്ക് ഞാനെന്താണോ പറയുന്നത് അതാണ് വിശ്വാസം. 1.5 കൊല്ലം തിരിഞ്ഞു നോക്കാം. ഞാൻ അന്ന് സൂസൈഡ് ചെയ്തിട്ട് 2-3 പ്രാവശ്യം സൂസൈഡ് ചെയ്തിട്ടുണ്ട്. 2-3 പ്രാവശ്യം സൂയിസൈഡ് ചെയ്ത ആളാ. സൂയിസൈഡ് അറ്റംപ്റ്റ് അല്ല, സൂയിസൈഡ് ചെയ്ത്. ഇപ്പം അവിടെ ഇരിക്കുന്നത് ചാത്തനാ, ഇബിലീസ് വന്നങ്ങനെ ഇരുന്ന് വർത്താനം പറയണം. 2-3 പ്രാവശ്യമൊക്കെ സൂയിസൈഡ് ചെയ്തെന്ന്. എന്നാ അതൊന്ന് തിരുത്തി കൊടുക്ക് എടി ആങ്കറെ, അത് കട്ടെങ്കിലും ചെയ്യടി. അതും ഇല്ല. എന്തരം 2-3 പ്രാവശ്യം സൂസൈഡ് മാനസികമായിട്ടും ശാരീരികമായിട്ടും നടന്ന ഒരാളാണ്. അപ്പൊ ഞാൻ കണ്ടാൽ തുറകില്ല കേട്ടോ. നീ ശാരീരികമായും മാനസികമായും തകർന്നെന്ന് നമുക്ക് കണ്ടാൽ തോന്നണ്ടേ. നീ ആണെങ്കിൽ വില്ലെന്ന് നിൽക്കുകയല്ലേ ചന്ദനക്കള്ളി. 1 വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നതിന് ഉമ്മാക്ക് അറിയാം. സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ഉമ്മേനെ കൊണ്ടുപോയത് എല്ലാം ഉമ്മാക്ക് അറിയാം. ഇവള് പറയുന്ന തള്ളേ എല്ലാം കഴിഞ്ഞ് ഭ്രാന്തും കൂടെ ഉണ്ടെന്ന്. ഒന്നും പറയട്ടെ. ഭ്രാന്തും ഉണ്ടായിരുന്നു നിനക്ക്, അതും ഉണ്ടായിരുന്ന. മാർക്ക് 1.5 കൊല്ലം തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവളുടെ മകളുടെ കല്യാണത്തിന് പോയിട്ടില്ല എന്നുള്ള ഒരൊറ്റ വാശിക്കോട് തിരിഞ്ഞു നോക്കിയില്ല. ഇവിടെ നീ പ്രശ്നം കഴിഞ്ഞാൽ ഉടനെ അമ്മായിക്ക് വിളിക്കും. എന്റെ ഉമ്മാക്ക് പോലും അല്ല, ഈ അമ്മായിക്ക് വിളിക്കുമ്പോൾ അമ്മായി എന്താ തെറ്റാണ്, എന്റെ പേരാണ് തെറ്റ്. ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടെ പേര് എന്താ നടക്കുന്നത് കഴിയും. മണിയാറ് രഹസ്യങ്ങൾ ഞാൻ പുറത്ത് വിടാറില്ല. അല്ലെങ്കിൽ ഞങ്ങളുടെ ഉള്ളിൽ എന്താണോ കഴിയുന്നത് ഇക്ക വിളിച്ചു പറയുന്ന പോലെ ഞാൻ പറയാറില്ല. ആ മനുഷ്യന് പുറത്ത് പറയാൻ പറ്റാത്ത അത്രയും മണിയറ രഹസ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് കഴുത്തിൽ തൂക്ക് പൊട്ടി ചത്തുപോനത്. ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ 2 കൊല്ലം എന്റെ ഇക്ക മരിച്ചിട്ട് ഇതുവരെയ്ക്കും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം 15 കൊല്ലം എന്റെ കൂടെ കഴിഞ്ഞ ഒരാളാണ്. എന്റെ 5 മക്കളുടെ ഉപ്പയാണ്. മരിച്ച് കബറിൽ പോയാലും നമ്മൾ അവരുടെ അങ്ങനെ എന്ത് ഇടയ്ക്കിടയ്ക്ക് ഇത് പറയണം കേട്ടോ, അല്ലെങ്കിൽ ആളുകൾക്ക് വിശ്വാസം വരും. 5 മക്കളുടെ ഉപ്പയാണ്, എൻ്റെ 5 മക്കളുടെ ഉപ്പയാണ്. വേണ്ട, കൺട്രോൾ ചെയ്തോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതെനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഞാനത് പടച്ചോളെ ഏൽപ്പിച്ചു. എന്റെ ആ ഒരു തല നിങ്ങൾക്കറിയാമോ, ഷാഹിദയ്ക്ക് പ്രത്യേകം പടച്ചോനാണ്. ആ പടച്ചോൻ വേറൊരു ലെവൽ പടച്ചോനാണ്. തള്ളയെ അടിക്കാൻ, തള്ളയെ തെറി വിളിക്കാൻ, കുടുംബക്കാരെ വഴക്ക് പറയാം, നാട്ടുകാരെ അത്രയും ചീത്ത പറയാം, എല്ലാവരുടെയും പച്ചയിറച്ചി തിന്നല്ലടി നീ ജീവിക്കുന്നതെന്ന് ചോദിക്കുന്ന അവളുടെ കുടുംബത്തിലുള്ളതോ അയലത്തുള്ളതോ കൂട്ടുകാരായ ഒരു മനുഷ്യരെ പോലും വിടാതെ പച്ചയിറച്ചി തിന്നാണ് ജീവിക്കുന്നത്. എന്നിട്ട് നാട്ടുകാരെ പറയുകയും ചെയ്യും. എന്റെ ഇക്ക ഉമ്മാനെ വിളിച്ചിട്ടുണ്ട്. അതും വിളിച്ചു പറഞ്ഞാൽ എന്താ, മണ്ണാർക്കാട് ഞങ്ങൾ സ്ഥലം മേടിക്കുന്നത്, ഞാനും ഉള്ളി മക്കളൊക്കെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകും. ഇനി ഇവിടെ നാട്ടിൽ നിൽക്കാൻ എനിക്ക് ഇഷ്ടമല്ല, ഈ നാട് വെറുത്തു. എനിക്ക് ഇക്കാനെ നാടിനെയാണ് പറയുന്നത്. ഇക്കാനെ ഏട്ടന്മാര് ചതിച്ചോണ്ടാണ് പറയുന്നത്. എനിക്ക് ഉപ്പിയമ്മ മരിച്ചു. എന്റെ ഉപ്പില്ല, എന്റെ ഉമ്മ അല്ല, എനിക്ക് കൂടപ്പുറപ്പുകൾ ആരുമില്ല. ഞാനും പറഞ്ഞില്ല, മരിച്ചതിന് ശേഷം ഞാൻ എന്തൊക്കെ അറിയുന്നത്. എന്റെ ഉമ്മാന്റെ അടുത്ത് അന്നാണ് ഇക്ക മരിക്കുന്നത്, എന്റെ തലേ ദിവസമാണ് വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ എന്റെ ഉമ്മ എന്റെ അടുത്ത് പറഞ്ഞു, കബീർ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ സംഭവം ചോദിച്ചു. എനിക്കറിയില്ല. എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല സ്ഥലം വാങ്ങുന്ന കാര്യം നിങ്ങൾക്ക് പറഞ്ഞില്ല. നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആയിരിക്കും, സത്യമായിരിക്കും പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് ഇക്ക മരിക്കുന്നത്. പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് ആൾ മരിക്കുന്നത്. ഉച്ചയ്ക്കല്ല, അന്ന് രാത്രി സെപ്റ്റംബർ 24, 2023 സെപ്റ്റംബർ 24. തലേന്ന് രാത്രി പുള്ളിക്കാരൻ ഈ ഉമ്മായെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വീട് വാങ്ങിക്കണം, ഞാൻ ഇവളെ ഇവിടുന്ന് കൊണ്ടുപോകും എന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവൾ അവകാശപ്പെടുന്ന എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവളെ തലേന്ന് രാത്രി 9 മണിക്കും വിളിച്ച് സംസാരിച്ച് എല്ലാം ഉടുപ്പും ചട്ടയും നിക്കറും ബനിയനും ഒക്കെ കാണിച്ച് സന്തോഷപൂർവ്വം കിടന്നുറങ്ങിയ മനുഷ്യ പിറ്റേന്ന് തൂങ്ങിയിരിക്കണമെന്ന്. എല്ലാവരും വിശ്വസിക്കണേ. എൻ്റെ പൊന്നപ്പ ഷാജിദ, നടന്ന് ഇങ്ങനെ എരന്ന് വാങ്ങിക്കാൻ നിൽക്കാതെ. അതൊക്കെ നിൻ്റെ ഇഷ്ടം, നിനക്ക് അതിനകത്ത് വല്ല പേയ്മെൻറ്റ് കിട്ടുന്നെങ്കിൽ നീ വാങ്ങിച്ചെടുത്തോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ചാനലുകാർ ദയവ് ചെയ്തിട്ട്
ആ ഉമ്മയുടെ ഇൻ്റർവ്യൂ കൂടെ എടുക്കാനുള്ള മാനസിക വലിപ്പം കാണിക്കണം. ഒരു സൈഡ് മാത്രം കേൾക്കരുത്. മാത്രവുമല്ല, ഇവൾ കുറ്റപ്പെടുത്തുന്ന സർവത്ര പേരുടെ ഇൻ്റർവ്യൂവും എടുക്കണം. അതാണ് നീതി. നിങ്ങൾ ഇത്രയും വെറും തേർഡ് ക്ലാസ് ലെവലിലേക്ക് താഴ്ന്നു പോകരുത്. നമ്മൾ ജേർണലിസം എന്ന് പറയുന്നതും ഇതേപോലെ മീഡിയാസ് എന്ന് പറയുന്നതിന് ഒരു എത്തിക്സ് ഉണ്ടാകണം. ആ എത്തിക്സ് വിട്ടാണ് നിങ്ങളിപ്പോൾ കളിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, ഇത്തരത്തിൽ സാമൂഹ്യ ദുരന്തങ്ങളെ കൊണ്ടുവന്നിരുത്തി നിങ്ങൾ പൊതുസമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ആ കുട്ടികളെയും കൂടെ കൊണ്ടുവന്നിരുത്താൻ പറ. അതൊക്കെ കണ്ണിനൊരു ആനന്ദമാകുന്നതാണ്. ഇവിടെ ഇരുന്നു കൊണ്ട് നാട്ടുകാരെ കുറ്റം പറയണു, അയലത്തുകാരെ കുറ്റം പറയണു, ഉമ്മയുടെ കുറ്റം പറയണു, സഹോദരങ്ങളെ കുറ്റം പറയണു, മൊത്തം മനുഷ്യരുടെ കുറ്റം പറഞ്ഞിട്ട് ഇവളിനിപ്പോൾ ലൈവിൽ എടുത്തു വെച്ച് അർമാദിക്കാൻ പോകണം. നിങ്ങളെല്ലാം എൻ്റെ പച്ചറച്ചി തിന്നല്ലേ ജീവിക്കുന്നത്, എന്നെ വിറ്റില്ല തിന്നുന്നത്, നിങ്ങൾക്ക് ഞാനെൻ്റെ കണ്ടന്റ്, ഞാനല്ലേ ഈ പരിപാടി ആദ്യം നിർത്തിവെച്ച ഇപ്പുറത്തൊന്നും ഇതിനൊക്കെ ഒരിതുണ്ടാകും. അയാൾ മരിച്ചതിന് മുഴുക്ക കാരണം ഈ സ്ത്രീയാണ്. അത് പൂർണ്ണമായും ബോധ്യപ്പെട്ടത് പോലീസിനാണ്. അത് കേൾക്കാം. രാത്രി 10 മണിക്ക് 9:30 വരെ ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്, എന്നോട് സംസാരിച്ചിട്ടുണ്ട്, എൻ്റെ മക്കളോട് സംസാരിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് എനിക്ക് മോന് ഡ്രസ്സ് എടുത്ത് തന്നിട്ട് ചെറിയ മോന് അവൻ്റെ ബർത്ത്ഡേ ഒക്കെ വരിക്കുന്നത് 24 അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. എന്നോട് വിളിച്ചിട്ട് സാറ് കുടുംബ പ്രശ്നമല്ലേ, അത് അങ്ങനെ പോട്ടെ, ഫോൺ വന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞാൻ ഫോൺ എന്തെങ്കിലും തരും ചെയ്തു. അപ്പൊ ഇത് എന്റെ ഉമ്മാനെ പിരികേറ്റു. ഞാനിപ്പോ ഉമ്മ പണിക്ക് പോയി, അല്ലെങ്കിൽ ഞാൻ എവിടേക്കെങ്കിലും പോയി വന്നു പറഞ്ഞാൽ ഉടനെ മനസ്സിലായി. അല്ലെങ്കിൽ ഞാൻ അപ്പോൾ പോലീസ് സാധനം തിരിച്ചു കൊടുത്തത് എന്തുകൊണ്ടെന്ന് മനസ്സിലായില്ലേ? 5 മക്കളുടെ ആകെ ആശ്രയം ഇനി ഇവളാണ്. ആ ഒരൊറ്റ കൺസിഡറേഷനിലാണ് ഫോൺ തിരിച്ചു കിട്ടിയതും ആ കേസ് ഓക്കെ ആക്കി കളഞ്ഞതും. സത്യം പറഞ്ഞാൽ ഇവളെ പിടിച്ച് അകത്തിടേണ് വേണ്ടത്. എനിക്കൊരു കൊറിയർ വന്നു പറഞ്ഞാൽ അത് അവിടെ മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ മറിച്ചോ വന്നിട്ടുണ്ട്. ഇമ്മ കാണില്ല. ഉമ്മ തൊഴിലുറപ്പിന് പോയാലും എവിടേക്കും പോയി വന്ന ഉടനെ പറയുന്നത് ഒരു കൊറിയറാ, ഫുഡ് ഓർഡർ ചെയ്താ ചെക്കന്മാരൊക്കെ വന്ന് പറഞ്ഞാൽ ഇവിടെ പൊട്ടത്തിയൊന്നുമില്ലല്ലോ, 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, മദ്രസ പോയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ലോകമേലുള്ളവളാണ്. എൻ്റെ വീട്ടിലൊരു കൊറിയർ ആള് വേറുള്ള ആൾക്കാർ വന്നു പറഞ്ഞാൽ അതിന് മറ്റേ പണിക്ക് വരുന്നോന്ന് പറയും. അത് മിറ്റത്ത് നിന്നിട്ടാ പണിയാ നമ്മള് പറയണം. പക്ഷെ ഈ പറയുന്നവളുടെ അകത്തിനുള്ളിൽ കയറി നമ്മളെ ആൾക്കാർ കൂടി പിടിച്ചതാണ്. പക്ഷെ എന്റെ അകത്തിനുള്ളിൽ കയറിയിട്ട് ഒരാളെ അവർ പിടിക്കാൻ പറ്റില്ല. ഭർത്താവ് മരിച്ചു പറഞ്ഞാൽ എല്ലാം മറ്റേ വേറെ രീതിയിൽ കാണാൻ പറ്റില്ല. ഒരാണും പെണ്ണും സംസാരിച്ച ഉടനെ അത് വേറെ. എന്നിട്ട് വീട്ടിൽ പോയിട്ട് എന്നെ ഇഷ്ടപ്പെട്ടു. അപ്പൊ അനിയൻ കണ്ട് ഇഷ്ടപ്പെട്ടതാണ് ഏട്ടൻ കിട്ടിയത്. അനിയൻ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു, കല്യാണത്തിൽ കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് പറഞ്ഞു. അപ്പൊ ഏട്ടൻ്റെ റെഡി ആവട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഏട്ടൻ വന്ന് കണ്ടത് എന്നെയാണെന്ന് അവർക്ക് അറിയില്ല. പിന്നെ കുറേ അധികം പുരാണങ്ങളുണ്ട്. എന്നെ കണ്ടിട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു, ഒത്തിരി പേർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു, ഞാൻ ഭയങ്കര സുന്ദരിയായിരുന്നു, അപ്പുറത്തെ വീട്ടിൽ കല്യാണം ആലോചിച്ച് ആരെങ്കിലും വന്നാൽ ഞാൻ അവിടെ പോയി നിൽക്കാറില്ല, എന്നെ കണ്ട് ആ പെണ്ണ് മതിയെന്ന് അവരങ്ങോട്ട് തീരുമാനിക്കും. പെണ്ണ് കാണാൻ വന്നവളെ വേണ്ടാന്ന് വെച്ചിട്ട് ഷായിദേ പറയും. അതായത് അവൻ നാട്ടിൽ അറിയപ്പെടുന്ന ലോകസുന്ദരി ആയിരുന്നു എന്ന ചുരുക്കം. ഈ അയലത്തെ താത്താരെ വീട്ടിൽ ആരോ കയറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യം പറയുന്നുണ്ട്. അയലത്തെ താത്താക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയ വന്നിരുന്നിട്ട് അത് ഞാൻ ഫേക്ക് കല്യാണമാണ്, ഞാൻ വെറുതെ മഹർ കാണിച്ചാണ്, ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയല്ലെന്നൊന്നും അവർ പറഞ്ഞ് നമ്മൾ കണ്ടില്ലല്ലോ. അത് മുഴുക്ക കാണിച്ചത് ഇവളാണ്. ഇവൾ എന്തുകൊണ്ട് വീട് മാറി എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവൾ എന്ന് പറയുന്നത്. സത്യത്തിൽ അവിടെ ആണുങ്ങൾ വരത്തുപോക്കുണ്ടായിരുന്നു. അത് കണ്ടിട്ട് നാട്ടുകാർ ഇടപെടുന്ന ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ടാണ് മറ്റൊരു വീട് തേടി അങ്ങോട്ട് മാറിപ്പോയി താമസിച്ചിട്ടുള്ളത്. ആകെ മൊത്തത്തിൽ അവിഹിതം അത്ര തന്നെ. എന്നിട്ടിരുന്നു കൊണ്ട് ബാക്കിയുള്ളവരുടെ വായ്ത്താളം പറയുന്നു. എന്തുകൊണ്ട് ഷാഹിദ ഷാജി എന്നുള്ളതിനൊരു മറുപടി തരാം. അഫ്കോഴ്സ് ഐ നോ ദാറ്റ്. ഇപ്പോൾ എല്ലാവർക്കും ആ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഷെഫീന ഷാഹിദ ഷാജിയുടെ കാര്യം പറയുന്നത് എന്തെന്ന്. ഒന്നാമത്തെ കാര്യം, ദ വെരി ബിഗിനിങ് ഞാൻ ഈ വിഷയം ഇവളെ പറ്റി എടുത്തിട്ടേ ഇല്ല. എനിക്ക് ഇവരുടെ നാത്തൂൻ വന്ന ഒരു കോള്, ആ കോള് ഞാൻ എൻ്റെ വാട്സപ്പ് കൂട്ടായ്മയിൽ കൊണ്ടിടുകയാണ്. അതിനകത്ത് ഒത്തിരി യൂട്യൂബേഴ്സ് ഉണ്ട്, അവരത് എടുത്തു കൊണ്ടുപോയി റിയാക്ട് ചെയ്തിട്ടുണ്ട്. ആ ദേഷ്യം തീരാൻ പല ചാനലുകളിലും പോയിരുന്നു ഷെഫീന ബീവി എന്ന് പറഞ്ഞ് അവഹേളനപരമായി എന്നെ പരാമർശിച്ചവളാണ്. എത്രയോ നാൾ ഞാനത് കാണാത്തതുപോലെ നടിച്ചു, മൈൻഡ് ചെയ്യാൻ പോയില്ല, മിണ്ടാതിരുന്നു. കാരണം അനാവശ്യമായി മറ്റൊരാൾക്കൊരു വടി ഇട്ട് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഞാൻ ആ വശത്തേക്കേ പോകാൻ പോയില്ല. പിന്നെ ഇവളെ ആൾക്കൂട്ടം ആക്രമിക്കുന്നത് കണ്ടപ്പോൾ വേണ്ട, അതതിനെ വഴിക്ക് വിടൂ, നമുക്ക് മനസ്സിലായി അവൾക്ക് പ്രശ്നം ഉണ്ടെന്ന്, പക്ഷേ ഇഗ്നോർ ചെയ്യുമെന്ന് നല്ലത് പറഞ്ഞപ്പോഴും പച്ച തെറി വന്ന് എഴുതി വെക്കുക മാത്രമല്ല പൊടിക്കുട്ടികളെ കൊണ്ട് എന്നെ തെറി വിളിപ്പിക്കുകയും ചെയ്തു. ഇനി നിങ്ങൾ പറയൂ, ഞാൻ തിരിച്ചു മറുപടി പറയണ്ടേ? ഞാൻ മനസ്സിലാക്കിയ, ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ഞാൻ പ്രതികരിക്കണമോ വേണ്ടയോ? ഈ സ്ത്രീ ഒരു സോഷ്യൽ ഈവളാണ്. ഇവൾക്ക് മര്യാദയ്ക്ക് കുട്ടികളെയും നോക്കി അവൾ പറയുന്ന ആ ബിസിനസ്സും ഒക്കെ ചെയ്ത് മര്യാദയ്ക്ക് നിന്നാൽ പോരെ? എന്തിനാണ് ഈ പ്രഹസനങ്ങളൊക്കെ കാണിക്കുന്നത്? മുഴുക്ക മനസ്സിലായ കാര്യം ഞാൻ പബ്ലിക്കിൽ പറഞ്ഞേ തീരുള്ളൂ. അക്കൂടെ ഇവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളെ പറഞ്ഞിട്ടുണ്ട്, എന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് അവളെ പോലെ ഭർത്താവ് മരിച്ച് തൂങ്ങിച്ചത്തതല്ല എൻ്റെ ഭർത്താവ്, തൂങ്ങിച്ചത്ത മാപ്പിള മരിച്ച് മണ്ണിൽ ആ ശരീരം മണ്ണിലോട്ട് അലിയുന്നതിന് മുമ്പ് അടുത്തവനിക്ക് പോയി കിടന്നു കൊടുത്തോളാണ് അവൾ. ഷെഫീന അങ്ങനെയല്ല, ഭർത്താവ് മരിച്ച് 14 വർഷമാകുന്നു. അങ്ങനെ നിൽക്കുന്ന എന്നെ, എൻ്റെ കുഞ്ഞുങ്ങളെയും പൊതുസമൂഹത്തിൽ അവഹേളിക്കുന്ന തരത്തിൽ മോശമായ വൃത്തികേട് പറഞ്ഞതാണ് ഈ സ്ത്രീ. തിരിച്ചെനിക്ക് മറുപടി ഉണ്ടാകും എന്നുള്ളതാണ്. എന്നെ മോശപ്പെടുത്തിയതിന് തെളിവ് വയ്ക്കാൻ പറഞ്ഞാൽ ഇല്ല. ഞാൻ ഒരു യൂട്യൂബർ നിരന്തരം ഇരുന്നു കൊണ്ട് എന്നെ തെറി പറയുന്നുണ്ടായിരുന്നു. അവൻ്റെ വീട്ടിൽ പോയി ഞാൻ അവനെതിരെ 2 കേസ് കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഞാനത് ചെയ്തിട്ടുമുണ്ട്.
എന്നെ പറഞ്ഞ തെറിയോ എന്നെ ചെയ്ത മോശമോ ഒന്നും മനസ്സിലാക്കാതെ ആ വിഷയം എടുത്ത് പബ്ലിഷ് ചെയ്യുമ്പോൾ തിരിച്ചിപ്പുറത്തൊന്നും ഉണ്ടാകും. അത്രയേ ഉള്ളൂ, സ്വാഭാവികം. ഞാൻ വലിയ ദേവതയോ പിന്നെന്താ പറയണേ വലിയ മദർ തെരേസയോ ഒന്നുമല്ല. ടിറ്റ് ഫോർ ടാറ്റ്. ഒരുപാട് ക്ഷമിച്ചു. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ബ്രീഫ് പറഞ്ഞത്. ഒത്തിരി ക്ഷമിച്ചു ഒരുപാട് കാര്യങ്ങൾ. പബ്ലിക്കിൽ ഇവൾ എന്നോട് മാപ്പ് പറഞ്ഞാൽ മാത്രം ഞാൻ ഈ ഉദ്യമം വിടുന്നതായിരിക്കും. അല്ലെങ്കിൽ പിന്തുടരുക തന്നെ ചെയ്യും. കാരണം എന്നെ അത്രത്തോളം അനാവശ്യമായി അവഹേളിച്ചിട്ടുണ്ട്. പിന്നെ മുഹമ്മദ് നബിയുടെ കേസും എടുത്തുകൊണ്ടുണ്ട്. അതൊരു കലാബാഹ്വാനമാണ്. എനിക്കത് അങ്ങനെ ചെയ്യാൻ കഴിയും. പക്ഷെ ഞാൻ അപ്പോഴും മിണ്ടാതിരിക്കുന്ന 5 കുട്ടികളെ ഓർത്താണ്. ഞാൻ CWCയിൽ കൊടുത്ത കേസ് എടുത്തിട്ടുണ്ട്. അത് കൃത്യമായ ആക്ഷൻ നടക്കുന്നുണ്ട്. എന്നിട്ടും ഞാനത് മൈൽഡാക്കിയേ വിട്ടിട്ടുള്ളൂ. കാരണം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഉമ്മ വേണമെന്നുള്ളത്. കുട്ടികളെ കൊണ്ട് ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തുകയാണ് ചെയ്യുന്നത്. ഇവളുടെ വീട്ടിൽ വാപ്പ ഇല്ലാത്തത് കൊണ്ടാണ് ഇവളിങ്ങനെ തലതിരിഞ്ഞു പോയത്. ഇവള് ആ തലതിരിവിൽ ജീവിച്ചത് കൊണ്ട് ആ മക്കൾ അതിനേക്കാൾ തലതിരിഞ്ഞ് പോകുമെന്നുള്ളത് വസ്തുതയാണ്. ദയവ് ചെയ്തിട്ട് അധികാരികൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആക്ഷൻ എടുക്കണം. ആൻഡ് ഈ ചാനലുകാർക്ക് നടുവിരൽ നമസ്കാരം എന്നേ പറയാനുള്ളൂ. ഒരു സൈഡ് മാത്രം കേട്ടിട്ട് ആ പെണ്ണിരുന്ന് ഉറങ്ങുന്നു. ആങ്കർ ഇരുന്ന് ഉറങ്ങുകയാണ്. അവൾ പറയണ പടവതയ്യാരോ അത്രയും കേട്ടിട്ട് 30-40 മിനിറ്റ് ഉണ്ട്. ഇരുന്ന് തകർക്കുകയാണ്. പറയണ മുഴുക്ക കുടുംബക്കാരെ കുറ്റം. ഒരാളെ കൊണ്ട് പ്രശ്നം ഉണ്ടായാലും ഓക്കെ, കാണുന്നവർ അത്രയും, പ്രത്യേകിച്ച് കുടുംബവും പെറ്റ തള്ളയ്ക്ക് വരെ പ്രശ്നം ഉണ്ടെങ്കിൽ പ്രശ്നക്കാരി അവൾ തന്നെയല്ലേ. തലയ്ക്ക് സുഖമില്ലാത്ത ഈ സ്ത്രീയെ പിടിച്ചെടുത്ത് വീഡിയോ ചെയ്യുന്ന അവർക്കല്ലേ അടി കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അൺസബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.